റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ തക്കാളി പൊള്ളിച്ചാണ് ചമ്മന്തി അരയ്ക്കുന്നത്. വളരെ ടേസ്റ്റും ഉള്ളത്, ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതുമായ ഒരു ചമ്മന്തിയാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 2 തക്കാളി, 4 വറ്റൽമുളക്, 1 സവാള, ഒരു 3 കതള് വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു അല്പം പിഴുപുളി, പാകത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ഒന്ന് 2ആയിട്ട് മുറിച്ച് എണ്ണയിലൊന്ന് പൊള്ളിച്ചെടുക്കണം. പിന്നെ അതിനകത്ത് തക്കാളിയും സവാളയും വെളുത്തുള്ളിയും പൊള്ളിച്ച ശേഷം നമുക്ക് വറ്റൽമുളകും കുരുമുളകും പിഴുപുളി അതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. തക്കാളി പൊള്ളിക്കുന്നതിനായിട്ട് നമ്മളുടെ പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് തക്കാളി ഇങ്ങനെ കമത്തി വെച്ച് വരും. എണ്ണ നന്നായിട്ട് ചൂടായി. ഈ സവാള നമ്മൾ 4ആയിട്ടാണ് കയറിയത്. അതിന്റെ മൂക്ക് കെട്ടിക്കളഞ്ഞിട്ടില്ല. മൂക്ക് കെട്ടിക്കളഞ്ഞാൽ അരി അടർന്നു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇത് മൂപ്പിച്ച് കോരിയതിന് ശേഷം അതിന്റെ മൂക്ക് കെട്ടിക്കളയാം. ഈ വെളുത്തുള്ളി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം. ഒരു സൈഡ് മൂക്കുമ്പം നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്ത ശേഷം തക്കാളിയുടെ തൊലി നമുക്ക് ഉരിഞ്ഞു കളയണം. തക്കാളിയുടെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുത്ത എണ്ണ എല്ലായിടും ഒരുപോലെ ചെല്ലുന്നതിന് വേണ്ടി ഉള്ളി നമ്മൾ തിരിച്ചിട്ടായിരുന്നു. ഉള്ളി അത്രയും മൂത്താൽ മതി. തക്കാളി ഉള്ളി നമ്മൾ എണ്ണയിൽ നിന്ന് മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തക്കാളി ഉള്ളി മൂപ്പിച്ച് കോരിയ ശേഷം വറ്റൽമുളക് നമ്മൾ മൂപ്പിച്ച് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കുരുമുളകും അല്പം പിഴുപുളിയും കൂടി ഇട്ട് അതും വഴണ്ട് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കത് തക്കാളി ചമ്മന്തിക്ക് ആവശ്യമായ ചേരുവകളെല്ലാം നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മിക്സിയിൽ പൊടിച്ചാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോകും, വല്ലാതായി പോകും. നമുക്ക് ഒരു ഇടിയനകത്ത് വെച്ച് ഇടിക്കാം, അല്ലെ ഉരൽ വെച്ചിടിക്കണം. ഞാൻ ഇവിടെ ഒരു ഇടിയനകത്ത് വെച്ചാണ് ഇടിക്കുന്നത്. എൻ്റെ മുളക് ഞാൻ 2ആയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ മുളക് ഇവിടെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഉപ്പും കുരുമുളകും പുളിയും കൂടെ ചേർത്താണ് പൊടിച്ചത്. ഇപ്പോഴേ കുരുമുളകിൻ്റെയും പുളിയുടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്ത് സവാളയുടെ കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം. ഉള്ളി ചതഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ നമുക്കൊന്ന് ചതച്ച് പാകത്തിനുള്ള ഉപ്പും നോക്കി ഒന്നെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ പിഴുപുളിയും കുരുമുളകും തക്കാളിയും മുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഈ ചമ്മന്തി കൂട്ടാൻ അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തക്കാളി ചമ്മന്തി കൂട്ടി ചോറുണ്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ചമ്മന്തിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് തിരക്കാം. തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ചമ്മന്തിയാണ്, അടിപൊളി ടേസ്റ്റാണ്. കുരുമുളകിന്റെ സ്വാദും ഒക്കെ ആകുമ്പോൾ നല്ല ഈ ചോറ് ഊണ് കഴിക്കുന്നതിനും ഉഗ്രൻ. അപ്പം എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
ചെയ്യുകയും സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്